ഷഫീദ് റാവുത്തർ ബ്രേക്ക് ചെയ്ത വിവരങ്ങളാണിത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കാര്യം, മറ്റൊന്ന് FIRലെ കൂടുതൽ വിവരങ്ങളാണ്. ഷഫീദ് ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഷഫീദ്, പ്രേക്ഷകർക്കായി ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പറയാമോ? ദിലീപ് കുമാർ, അതായത് നിലവിൽ ഇപ്പോൾ ഈ FIRന്റെ കൂടുതൽ വിവരങ്ങൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. FIRന്റെ പകർപ്പ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ FIRലെ കൂടുതൽ വിവരങ്ങൾ അത് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിട്ടുള്ള മൊഴി അത് വളരെ ഗുരുതരമാണ്. മാത്രമല്ല ആക്റ്റീവ് പ്രോസസ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പെൺകുട്ടി നഗ്നദൃശ്യങ്ങൾ പകർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നഗ്നദൃശ്യങ്ങൾ പകർത്തി ദൃശ്യങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി പാലക്കാട് എത്തിച്ചും ഭീഷണിപ്പെടുത്തി പാലക്കാട് ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഈ നിരന്തര പീഡനം നടന്നത്. 3 സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു നടക്കമുള്ള കാര്യങ്ങൾ അതും ഈ പെൺകുട്ടി FIRൽ പറയുന്നുണ്ട്. അത് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ദിലീപ് കുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അല്പസമയം മുൻപ് നമ്മൾ സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിച്ചിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ FIR, ഈ കേസ് അന്വേഷിക്കാൻ പുതിയ സംഘത്തെ തീരുമാനിക്കാൻ, അതിൽ പുതിയ സംഘം അന്വേഷിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് വളരെ നിർണായകമായിട്ടുള്ളൊരു യോഗം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ചേരുകയാണ്. ടീം ആരൊക്കെ എന്നുള്ള കാര്യം ഉടൻ അറിയാം. ഏതായാലും പുതിയ സംഘം അന്വേഷിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ ബ്രേക്കിംഗ് ആയി നൽകാം. സംസ്ഥാന പോലീസ് മേധാവി തന്നെ അക്കാര്യം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ദിലീപ് കുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് കേരള പോലീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിരിക്കുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. രണ്ടാമത്തെ വാർത്ത, FIRലെ കൂടുതൽ വിവരങ്ങൾ 24 പുറത്തുവിടുകയാണ്. അത് അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിച്ചു. പാലക്കാട് ഉൾപ്പെടെ 3 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ആ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന വാർത്തയാണ് FIRലെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത് 24ലൂടെ ഷഫീദ് റാവുത്തർ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഈ അന്വേഷണ സംഘം അത് രൂപീകരിക്കാൻ പോവുകയാണ്. പുതിയ അന്വേഷണ സംഘം നിലവിൽ വരാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച് കേരള പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ നിർണായകമായ യോഗം നടക്കുകയാണ്. DGP റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ ഉടൻ പ്രഖ്യാപിക്കും. 3 വാർത്തകളും 3 വിവരങ്ങളും 24 ബ്രേക്ക് ചെയ്യുന്നു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.